പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ ഫാമിലി കൗൺസിലിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഭാര്യമാരോടൊരു വാക്കാണ്. ഭർത്താക്കന്മാർക്ക് വൈവിധ്യമാർന്ന ഭക്ഷണം നൽകുക ഒരാവശ്യമാണ്. നിങ്ങളതിനെ കേട്ടിട്ടുണ്ട്. ഈ പുരുഷന്മാരുടെ ഹൃദയത്തിലേക്കുള്ള വഴി വായിലൂടെയാണ് എന്ന് പറയാറുണ്ടല്ലോ. അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ വിവാഹം ജീവിതത്തിൽ അതും ഒരു ലക്ഷ്യമാക്കുന്നുണ്ട്. നമ്മളെന്തെല്ലാം ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റി ഫുഡ് കിട്ടുമ്പോൾ അതിലൊരു സംതൃപ്തി പുരുഷനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, എന്നും ഒരേ ഒരു ഐറ്റം ആകാതെ ഒരു വെറൈറ്റി ഫുഡൊക്കെ കൊടുക്കുവാനായിട്ടൊന്ന് പരിശ്രമിക്കണം. അപ്പോൾ എനിക്കറിയാം അത് ഉള്ളതുപോലെയൊക്കെ അല്ലേ പറ്റുള്ളൂ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് തന്നെ പല വെറൈറ്റികളിലൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയൊക്കെ ഒന്ന് പരിശ്രമിക്കണം എന്ന് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുണ്ട്. അതവൻ പ്രതീക്ഷിക്കുന്നതാണ്. ഒരുപക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു അപകടമുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് പല കുട്ടികളും ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർക്ക് ചായ അനത്താൻ പോലും അറിയാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിമാർ ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലൊക്കെ ചെല്ലുമ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ മറ്റു പഠിപ്പിക്കേണ്ടെന്നുള്ളതല്ല, എല്ലാം പഠിപ്പിക്കണം. എന്നാൽ ഇതുകൂടെ ഒന്ന് പരിശീലിപ്പിച്ച് അതിനുള്ള സന്നദ്ധതയും അവൾക്കുണ്ടാക്കി കൊടുക്കുക ഒരാവശ്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിരിക്കുന്നു എന്നൊരു വാക്ക് പറയാനായിട്ട് നമുക്ക് കടമയുണ്ട്. ചിലപ്പോൾ നമ്മൾ കഴിച്ചു, അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, ഇതൊക്കെ നമ്മൾ കടമയാണല്ലോ എന്നും പറഞ്ഞ് പോകാതെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നന്നായിരിക്കുന്നു, പലപ്പോഴും നീ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണമാണ് എനിക്ക് താല്പര്യം. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തേച്ച് ഓടി ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ ഭക്ഷണം എനിക്ക് കഴിക്കണം, അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള നല്ല വാക്കുകൾ അത് സിൻസിയറായിട്ട് പറയുക. അത് പലപ്പോഴും ഇന്ന് കൃത്രിമമായിട്ട് പറയുന്നത് ശരിയാണോ ചോദ്യം ചിലർ ചോദിക്കും. കൃത്രിമമായിട്ട് ആരും പറയേണ്ടതേ, ശരിക്കും സിൻസിയറായിട്ട് സ്നേഹത്തോട് തന്നെ അത് പറയണം. പറയേണ്ടത് പറയാതിരിക്കരുത് എന്ന് ഞാൻ പറയും. അത് സെൻസ് ഓഫ് ഒമിഷനാണ്. നമ്മൾ കുടുംബജീവിതമാണ്, പരസ്പര ബന്ധമാണ്. അതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുകൂടെ എനിക്ക് ഈ അവസരത്തിൽ ഭർത്താക്കന്മാരോട് പറയാനുണ്ട്. സുഭാഷിതം 31:15 അതൊരു ഉത്തമ ഭാര്യയുടെ കടമയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഉണർന്ന് ഭക്ഷണം ഒരുക്കേണ്ടവരുടെ കടമയായിട്ടാണ് അവതരിപ്പിക്കുക. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചുമതലയാണ്, നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഭാര്യയെ നോവിക്കരുത്. ഒരു ശാരീരികമായ ഒരു വേദന കൊടുക്കുന്നത് വളരെ വലിയ തെറ്റാണ്. തിരുത്താം, പക്ഷെ തിരുത്തുന്നത് കൊണ്ട് ചിലരുടെ പെട്ടെന്ന് ഇപ്പോൾ അങ്ങനെ ചെയ്യുകയല്ല കേട്ടോ. ചിലരൊക്കെ ഒരടി കൊണ്ട് കൊടുത്തുള്ളേ, അടി കൊടുത്താൽ ഇവിടെ നന്നാകുന്നതാണ്. ഞാൻ പറയും, അടി കൊടുത്താൽ നന്നാകുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, സിനിമ, സീരിയൽ. കാരണം അത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അടി കൊണ്ടാൽ പിന്നെ നന്നായിക്കോണമെന്ന്. ഇത് ജീവിതത്തിൽ സംഭവിക്കുകയില്ല. സ്ത്രീയെ മാറ്റാൻ പറ്റുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, ഉറപ്പാണ്, സ്നേഹമാണ്. സ്നേഹം കൊണ്ട് അവളെ നേടിയെടുക്കുക, അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആമുഖത്തോടു കൂടി നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. നമുക്ക് ശ്രദ്ധയോടെ കത്ത് കേൾക്കാം. പാലായിൽ നിന്ന് ചിന്നു എഴുതുന്ന കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അച്ഛ, ഞാൻ വീട്ടിൽ നിന്നും പോന്നിട്ട് പപ്പായെയും മമ്മിയെയും കാണാതിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. വൈകുന്നേരമാകുമ്പോൾ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എപ്പോഴും വീട്ടിലെ ചിന്തയാണ്. ചിന്ത കൂടുമ്പോൾ ഞാൻ വാവിട്ട് കരയും. ആ സങ്കടം കൊണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് ഈ കോഴ്സ് പഠിക്കണ്ട എന്നാണ്. വീട്ടിൽ നിന്നും പോയി വന്ന് എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അച്ഛ, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ പിരിഞ്ഞ് നിന്ന് പഠിക്കുവാൻ പറ്റുകയില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വേണ്ട നിർദ്ദേശം നൽകണമേ. ചിന്നു, സ്വീറ്റ് ഗേൾ, ഞാൻ ആ കുടുംബത്തിലെ അന്തരീക്ഷം വളരെ സ്നേഹമയമായ അന്തരീക്ഷമായിരിക്കും. അതുകൊണ്ട് അവൾക്ക് മാതാപിതാക്കളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട ചിന്നു, ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്. ചിന്നുവിൻ്റെ പ്രദർശനം വേറൊന്നുമല്ല, ഒരു ഹോം സിക്നെസ്സാണ്. ഇത് എല്ലാവർക്കും അല്പാൽപ്പം ഉള്ളതാണ്, മോക്ക് മാത്രമല്ല പലർക്കും ഉള്ളതാണ്.
എങ്കിലും അവരതിനെ അതിജീവിക്കുന്നു. നമുക്കതിനെ സാധിക്കാത്തൊരവസ്ഥാവിശേഷം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നാമതായിട്ട് ബോധ്യപ്പെടേണ്ട ഇത് മാറും എന്ന് വിശ്വസിക്കണം. കാരണം ഇത് നിലനിൽക്കുന്നൊന്നുമല്ല, ഇത് മാറും എന്ന് പ്രതീക്ഷിക്കുക. കൂടാതെ ഞാനൊരു ചെറിയ സൈക്കോളജിക്കൽ എക്സർസൈസ് കൂടെ തരാൻ പോവുക. ചിന്നു രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ചിന്നുവിനെ കാണുന്നു. ചിന്നുവിനോട് പറയണം, യെസ്, നിനക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റും, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, ഇത് നിൻ്റെ മാതാപിതാക്കളുള്ള സ്നേഹമാണ് ഇത് പഠിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ഭാവി രൂപപ്പെടുത്തുമ്പോഴാണ് ആ അപ്പനും അമ്മയും സന്തോഷിക്കുന്നത്. എനിക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം ഇതാണ് എന്നൊരു ബോധ്യം ഈ കൊടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് സ്ട്രോക്കാണ്, തന്നെത്താനൊരു ബോധ്യം കൊടുക്കുക. കാരണം അവിടെ നമുക്ക് ഒരപ്പനോ അമ്മയോ അങ്ങനെ പറഞ്ഞു തരാൻ കാണുകയില്ല. അത് ഒന്ന് കൊടുക്കണം. ഇനി ഈ അതിനുശേഷം വൈകിട്ട് എഗെയിൻ കണ്ണയുടെ മുമ്പിൽ ഒരു സെൽഫ് അപ്രീസിയേഷൻ. കൊള്ളാം ചിന്നു, നീ ഇന്ന് നന്നായിട്ട് പഠിച്ചു, നീ ഇന്ന് ആ പ്രശ്നം നന്നായിട്ട് കൈകാര്യം ചെയ്തു, നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു പക്ഷേ മിസ്ട്രസ്മാരോ മേട്രന്മാരോ ഒക്കെ നല്ല വാക്ക് പറഞ്ഞെങ്കിൽ അതൊക്കെ ഒന്ന് ഓർക്കുക. അങ്ങനെ ഒരു സെൽഫ് അപ്രീസിയേഷൻ ഇൻ ദ ഈവനിങ്, അത് ഒരു 3 മാസം മരുന്ന് കഴിക്കുന്നവരെ തന്നെ അങ്ങ് തുടരുക. നമുക്ക് ഒത്തിരി സെൽഫ് എസ്റ്റീം വളർത്തിയെടുക്കാൻ പറ്റും. എനിക്കിത് സാധിക്കുന്ന ബോധ്യത്തിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പേടികളെല്ലാം ഒത്തിരി മാറാനിടയാകും. ഇതിനോട് എനിക്ക് മറ്റൊരു സജഷൻ കൂടെയുള്ള നല്ല കൂട്ടുകാരെ പരിചയപ്പെടണം. മോശമാകരുത് കേട്ടോ. നല്ല കൂട്ടുകാർ നമ്മുടെ ബാച്ചിലൊക്കെ ഉള്ളവർ ഇതുപോലെയുള്ള, അവർക്കും ഈ ഹോം സിക്നസ് കുറച്ച് കാണും. പക്ഷെ അവരെ അങ്ങ് പരിചയപ്പെടുമ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം നമുക്കൊരു സപ്പോർട്ടായിട്ട് മാറുവാൻ സാധ്യതയുണ്ട്. അത് നല്ലതാണ്. അതോടൊപ്പം ഇത് പാലായിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ റവറൻഡ് സിസ്റ്റേഴ്സ്, ബഹുമാന സിസ്റ്റേഴ്സൊക്കെ അവിടെ കാണും. അവരെ ഒരു ആത്മീയ ഉപദേശത്തിനായിട്ട് സമീപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സപ്പോർട്ടൊക്കെ ആ സിസ്റ്റേഴ്സ് കൊടുക്കാനിടയാകും. അവരോടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്കിങ്ങനെ അമ്മയെ കാണാതെ അച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തേ കുറച്ച് നാളത്തേക്ക് അത് വേണ്ടി വരും. അതുകൂടെ നല്ലതാണ് എന്നെനിക്ക് തോന്നുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കൗൺസിലിങ് വേണ്ടി വന്നാൽ നടത്തണം. ഇങ്ങനെ അതിൻ്റെ ഗ്രാവിറ്റി പറഞ്ഞു കേട്ടിട്ട് ഒത്തിരി ഗൗരവമാണെന്ന് പറയുന്നു. അവിടെ ഒന്ന് നടത്തുവാനായിട്ടൊന്ന് പരിശ്രമിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഫിലിപ്പിയർ 4:13 പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അത് കൂടെ കൂടെ ഉരുവിടുന്നത് നമ്മുടെ ചിന്നുമോൾക്ക് നല്ലതാണ്. എന്നെ ശക്തനാക്കുന്നതിൽ എനിക്കെല്ലാം സാധിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾ ഇടയ്ക്കൊക്കെ ആ വചനം ഒന്ന് ഉരുവിടുക. വചനം ഒത്തിരി സൗഖ്യദായകമാണല്ലോ. അപ്പോൾ വചനം ഉരുവിട്ട് പ്രശ്നങ്ങളിൽ നിന്ന് പിന്മാറി പഠിക്കണം. അതിന് ഭാവിയുടെ പ്രശ്നമാണ്, ഈശോ ആഗ്രഹിക്കുന്നതാണ്. അതിലേക്ക് മുന്നോട്ട് നീങ്ങുവാൻ ഇടയാവണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ചിന്നുവിനോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപ്പറ്റി എന്താണ് മേഴ്സിക്ക് പറയാനുള്ളത്? കുട്ടിക്ക് വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് അത്. സാധാരണ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാത്ത കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതിനൊരു നല്ല കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഒരു മോറൽ സപ്പോർട്ട് കൊടുത്ത് ആരെങ്കിലും സിസ്റ്റേഴ്സോ അതുപോലെയുള്ളവരോ ഒന്ന് സഹായിക്കാമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറിക്കിട്ടും. അത് വിവാഹം ചെയ്ത് അയക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന. അതൊക്കെ ഒരു താൽക്കാലികമെന്നേ ഉള്ളൂ. പിന്നെ അത് ഡീപ്പായിട്ട് പോകുന്നെങ്കിൽ അതിന് ഈ കുട്ടിക്ക് അത് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൽ അവളെ നിർബന്ധിച്ച് പിടിച്ചിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ ആശ്രയിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഏശയ്യ 48:17 നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്നു നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നിന്നെ നന്മയായിട്ടുള്ളത് നിന്നെ പഠിപ്പിക്കാനും നീ പോകേണ്ട വഴിയിലൂടെ നയിക്കാനും കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കണം അവള്. അതാ കൊച്ച് ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ മാതാപിതാക്കള് വിളിച്ച് അവൾക്ക് ധൈര്യം കൊടുക്കണം. പ്രത്യേകിച്ച് അമ്മ പറയണം, നിന്റെ നന്മയ്ക്ക് വേണ്ടി നിനക്കിഷ്ടമുള്ള വിഷയം പഠിക്കാൻ പോയതാണ്, അവിടെ നിൽക്കുക, നിനക്കെല്ലാം ശരിയാകും എന്ന് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ നഴ്സ് പറഞ്ഞപ്പോൾ എനിക്ക് ചിന്ത വന്നത്, അങ്ങനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല, വേണ്ടി വന്നാൽ ആ കോഴ്സ് ഉപേക്ഷിക്കാനും നഴ്സ് റെക്കമെൻഡ് ചെയ്യുമോ?
തീരെ നിവൃത്തിയില്ലെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യും. നിവൃത്തിയില്ലെങ്കിൽ എന്നുള്ള നിലയിലാണ്. കാരണം ഇവളിത് ആഗ്രഹിച്ചു പോയതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ സപ്പോർട്ട് കൊടുത്തിട്ടും അങ്ങ് നീങ്ങുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതായാലും മേഴ്സി അങ്ങനെ കൂടെ ചിന്തിച്ചു. ഒരുപക്ഷെ പെൺമക്കളുടെ വികാരങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നുണ്ടായിരിക്കാം മേഴ്സി അങ്ങനെ ചിന്തിച്ചത്. ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എബ്രഹാമിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയുമ്പം ഇച്ചിരി വ്യത്യസ്തമായ ചിന്തകളാണ്. ഒന്ന്, അവൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടണം. അവൾക്ക് ഇഷ്ടപ്പെട്ട അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയാക്കാൻ അവളെ കൊണ്ട് സാധിക്കണം. സാധിക്കാതെ വരുന്നത് അവൾക്ക് മാതാപിതാക്കളുള്ള അറ്റാച്ച്മെൻറ്റാണ്. ദൈവത്തേക്കാൾ കൂടുതൽ നിൽക്കുന്ന ആ അറ്റാച്ച്മെൻറ്റാണ് അവളെ അതിനകത്തുനിന്ന് മാറ്റി ഇവരിലേക്ക് ചിന്തിപ്പിക്കുന്നത്. അപ്പം അത് അവൾ മാറ്റണം. മാറ്റണം എന്ന് പറയുന്ന കാര്യം, അവൾ യാഥാർത്ഥ്യബോധമുള്ള ഒരാളാണല്ലോ. ഈ സ്വപ്നത്തിൽ ജീവിക്കുന്നവരല്ല, യാഥാർത്ഥ്യബോധത്തിലുള്ളവരാണ്. അവൾ എന്നും അപ്പൻ്റെ അമ്മയുടെ കൂടെ കഴിയാനുള്ളതല്ല. അവൾ പഠിച്ചു, നേഴ്സായി, അത് കഴിഞ്ഞ് നല്ല ജോലി കിട്ടുമ്പം അവൾക്ക് തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതത്തിലേക്ക് ഉള്ളൊരു ഭർത്താവിനോടെ പോകണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തലത്തിലേക്ക് അവൾ തന്നെ തിരിച്ചറിയണം, ഞാൻ ഇതിനുള്ള ആളല്ല. ആ അറ്റാച്ച്മെൻറ്റ് അവൾ മാറ്റാൻ ശ്രമിക്കണം. ഒന്നാമത് അവരുടെ ഉള്ളിൽ ഒത്തിരി ടെൻഷനാണ്. നമ്മൾ പത്രോസിയുടെ ലേഖനത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുമോ, ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലോ. അവളെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് കൂടെ ഉള്ളപ്പം പിന്നെ എന്തിനാ വീടിനെക്കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് അവളെ ഏൽപ്പിച്ച ദൗത്യം പഠിക്കുക, അതിലൂടെ അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവൾ നിറവേറ്റുക. അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ചില മാനസികാവസ്ഥകൾ ആയിരിക്കാം ഇതെന്ന് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. കാര്യം ഏറ്റവും പ്രധാനമായി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ളതാണ്, അല്ലാതെ അവരുടെ ഉള്ളിലുള്ള താല്പര്യങ്ങളല്ല. അവൾക്കിപ്പോൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ കഴിയുന്ന സുഖമാണ്, ഇതൊന്നും വേണ്ട. ആ അറ്റാച്ച്മെൻറ്റ് അത് തീർച്ചയായിട്ടും മാറ്റണം. നമ്മൾ പലരും ഇന്ന് ദൈവത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കിടക്കുന്നുണ്ട്. ഈ അറ്റാച്ച്മെൻറ്റുകൾ പലപ്പോഴും അപകടത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ. ഇബ്രാഹിം പറയുന്നത് വളരെ ശരിയായ കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നത് അവൾക്ക് പറ്റുന്നില്ലെന്നാണ് അവളീ പറയുന്നത്. അതവിടെ മനസ്സിൻ്റെ ചിന്ത കൊണ്ടല്ലേ. അതെ, അപ്പോൾ അതിനാണ് നമ്മൾ അതിനവളെ നേരത്തെ പറഞ്ഞ കൗൺസിലിങ്ങിന് മറ്റേ പറഞ്ഞില്ലേ സിസ്റ്റേഴ്സ്, അവളെ ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക്, അവൾ ആ സ്വപ്ന ലോകത്തു നിന്ന്, ആ ചിന്തകളുടെ ലോകത്തു നിന്ന് അവൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരണം. യഥാർത്ഥ ബോധത്തിൽ വന്ന് അവർ ശ്രമിക്കട്ടെ. അതിനകത്ത് ഞാൻ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ എൻ്റെ ഒരു ചിന്ത പെട്ടെന്ന് സൈഡിലേക്ക് പോയത്, ഈ മാതാപിതാക്കൾ വേണ്ടത്തുള്ളൊരു ഇൻഡിപെൻഡൻസ് കൊടുത്ത് വളർത്തിയോ, ഓവർ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്നുകൂടെ ഞാനൊന്ന് ചിന്തിക്കുകയാണ്. കുറ്റപ്പെടുത്തുമല്ല, എങ്കിലും ഈ കുട്ടിക്കിപ്പോൾ ഇത്രയായിട്ടും നഴ്സിംഗൊക്കെ ആയല്ലോ, ഇപ്പം +2 ഒക്കെ കഴിഞ്ഞു, എന്നിട്ടും അത് ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അവിടെയും നമ്മളൊന്ന് അല്ലേ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൂടുതൽ ഇനിയിപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും മാതാപിതാക്കളോട് എനിക്ക് പൊതുവായിട്ടൊരു വാക്ക് പറയാനുള്ളത്, നമ്മൾ പരമാവധി കുട്ടികളെ ദൈവത്തിൻ്റെ പിതൃത്വം അതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നേ ഉള്ളൂ, കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ച് പിള്ളേരെ വളർത്തുക. നമ്മളിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുക എന്നുള്ളതല്ല, ദൈവമാണ് നിൻ്റെ അപ്പനും അമ്മയും, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യം ഹൃദയത്തിൽ ഉണർത്തുവാനും ദൈവത്തിൻ്റെ ആ രക്ഷാകർത്തൃത്വം അംഗീകരിച്ച് ബോധ്യപ്പെട്ട് പിള്ളേരെ വളർത്തുവാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ സൗഹൃദബന്ധത്തിലൂടെയും സിസ്റ്റേഴ്സിൻ്റെ അടുപ്പത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും സൈക്കോളജി കൗൺസിലിംഗ് തന്നെ കാര്യം, അവൾ പൊട്ടിക്കറിയുന്നതൊക്കെ സൈക്കോളജി കൗൺസിലിംഗ് തന്നെ ആവശ്യമായിട്ട് വരും. അതിനായിട്ടത് റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ചിന്നുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. നല്ല ഒരു ഭാവി ജീവിതം ഉണ്ടാവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കത്തിലേക്ക് പോകാം അല്ലേ. ബോംബെയിൽ നിന്ന് സൗമ്യ അയച്ച കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വന്നപ്പോൾ നടത്തിയ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. ഞാനൊരു നേഴ്സാണ്. എന്നെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം, എന്തെങ്കിലും അല്പം ടെൻഷൻ വന്നാലുടനെ എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിയൊന്നും ശരിയാകത്തില്ല. ഇതെന്നെ വല്ലാതെ അലട്ടുന്നു. നഴ്സിംഗ് ശുശ്രൂഷയുടെ പ്രത്യേകതകൾ അച്ഛൻ അറിയാമല്ലോ. എനിക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ ഞാൻ എങ്ങനെ നീങ്ങണമെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും. സൗമ്യ ബോംബെയിൽ വെച്ച് നടത്തിയ ധ്യാനത്തിൽ കൂടിയ ആളാണ്. സന്തോഷമുള്ള കാര്യം. സൗമ്യ അത് ഓർത്തിരിക്കുകയും അതനുസരിച്ച് ഒരു കത്തയക്കുകയും ചെയ്തതിൽ പ്രത്യേകം സൗമ്യയോട് നന്ദി പറയുകയാണ്. സൗമ്യയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നത് ഒരു ആന്തരിക സൗഖ്യം കിട്ടാത്തതാണ്. കാരണം എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ട് ഉടനെ കൈവിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ
അതൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും നേഴ്സിംഗ് രംഗത്ത് കൂടുതൽ പ്രശ്നം. വേറൊരു രംഗത്താണെങ്കിൽ പോട്ടുന്നത്, നേഴ്സിംഗ് രംഗത്ത് വളരെ ആക്യുറേറ്റായിട്ട് ഡെലിക്കേറ്റായിട്ട് ചെയ്യേണ്ട ജോലിയാണ്, ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സൗമ്യമോടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിലെന്തെങ്കിലും കഴിഞ്ഞകാല ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാനങ്ങ് ആരോപിക്കുകയല്ല, എങ്കിലും ഓൺ ദ സ്പോട്ട് പെട്ടെന്ന് അങ്ങനെ വരയ്ക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലും ഒത്തിരി കൂലകൃഷ്ണമായിട്ടൊന്നും ആലോചിക്കണ്ട കേട്ടോ. എന്നാലും ഒരുപക്ഷെ ഏതെങ്കിലും കഴിഞ്ഞകാല ജീവിതവുമായിട്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടോ, മനസ്സിൽ ഒരു കീറാമുട്ടിയായിട്ട് ഞാൻ എപ്പോഴും പറയും ദഹിക്കാത്തതായിട്ട് വല്ലതും കിടപ്പുണ്ടോ ജീവിതാനുഭവങ്ങൾ എന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ അത് ഞാനിത് പറയുമ്പോൾ മോളിരുന്ന് ഇങ്ങനെ ആലോചിച്ച് കാടുകയറുമൊന്നും വേണ്ട, ഞാനത് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ലതൊരു ആന്തരിക സൗഖ്യ ധ്യാനമാണ്. ഞാൻ കൃത്യമായിട്ട് പറയാനുള്ള അറിവ് എനിക്കില്ലെങ്കിലും അവിടെ ഇപ്പോൾ ധ്യാന മന്ദിരമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തന്നെ ഒരു ശാഖ അവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ധ്യാനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ടൊരു ആന്തരിക സൗഖ്യ ധ്യാനത്തിന് ഒന്ന് കൂടുന്നത് നല്ലതാണ്. മാറി താമസിച്ച് ഒന്ന് കൂടുമ്പോൾ അത് ഒത്തിരി വലിയ സൗഖ്യാനുഭവം ഉണ്ടാകും. എന്നിട്ട് കർത്താവിൽ ശക്തി പ്രാപിച്ച് തീർച്ചയായിട്ടും സൗഖ്യം കിട്ടും. അതിനായിട്ട് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ധ്യാനാവസരത്തിൽ കൗൺസിലിങ്ങും ഉണ്ടാവും, അവിടെ തന്നെ കൗൺസിലിംഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഹൃദയം തുറന്ന് പറയുക, നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. നമ്മൾ എന്തുമാത്രം തുറക്കുന്നുവോ അത്രയും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളുണ്ടാവും. നമ്മൾ തുറന്നു കൊടുക്കണം. തമ്പുരാൻ ഹൃദയവാതിക്കലുണ്ട്, പക്ഷെ ജീവിതവും തുറന്നു കൊടുത്താൽ മതി, കർത്താവ് അത് ശരിയാക്കും എന്നുള്ള സംശയമൊന്നുമില്ല. ഹെബ്രായ 13:8 പറയുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാൾ തന്നെയാണ്, പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ. അപ്പോൾ അവിടെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇന്നെന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈശോയ്ക്ക് ഒരു പ്രയാസമില്ല അവിടെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്തുവാനായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കുക. കൂടാതെ ജ്ഞാനം 16:12 പറയുന്നുണ്ട്, വചനം നമ്മെ സുഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ വചനം എടുത്ത് വായിച്ച് തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. വചനം എടുത്ത് വായിക്കുവാനും അതിലൂടെ ആശ്വാസം പ്രാപിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഇതേപ്പറ്റി എന്താണ് മേഴ്സി പറയാനുള്ളത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ മകളോട് അത് തന്നെയാണ് പറയാനുള്ളത്. പരിശുദ്ധാത്മാവ് അവളെ ശക്തീകരിക്കും. ഏത് ധൈര്യമില്ലാത്ത ഏത് കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ധൈര്യം നൽകുന്നത്. ഈ പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്തെ അവൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് നേഴ്സിംഗ് പ്രൊഫഷനിൽ അത് വളരെ ആവശ്യമാണ്. കാരണം എനിക്ക് തന്നെ അറിയാം, ഒരു നേഴ്സ് ഓരോ കാര്യങ്ങളും ഒരു സൂചി എടുക്കുമ്പോൾ പോലും അവർ പരിശുദ്ധാത്മാവിനെ വിളിച്ചത് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെ ഒരു നേഴ്സിനെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ സഹായിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് ഈ മകളുടെ ജീവിതത്തിലും സഹായിക്കും. പേടിയും ഭയം എല്ലാം മാറും. ആന്തരിക സൗഖ്യം ധ്യാനം കൂടുമ്പോൾ കൂടുതൽ സൗഖ്യത്തിലേക്ക് അവൾ കടന്നു വരികയും ചെയ്യും. നമുക്കത് തന്നെ നിർദ്ദേശിക്കാം. ആ സൗഖ്യം കിട്ടാൻ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആന്തരിക സൗഖ്യം ലഭിച്ച് അതുവഴി മുമ്പോട്ട് പോകണം. ഒരു നേഴ്സിംഗ് ശുശ്രൂഷ പുറത്ത് പറയാറുള്ള പോലെ ഒരു മാലാഖയുടെ ശുശ്രൂഷയാണ്. അപ്പോൾ അതിന് ആ രൂപയുടെ സഹായം വളരെയേറെ ആവശ്യമാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. അതേപറ്റി എബ്രഹാമിന് എന്താ പറയാനുള്ളത്? അത് തന്നെ പറയാനുള്ളൂ. നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അറിയാമല്ലോ. ശിഷ്യന്മാർ ഈശോ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ട് നിന്നിരുന്നവർ ആത്മാവ് നിറഞ്ഞു നിന്നപ്പോഴാണല്ലോ അവർക്ക് ധൈര്യം ലഭിച്ചത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ ഉത്കണ്ഠകൾ മാറാനും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്കണ്ഠകൾ മാറാനും ഒക്കെ ആത്മാവ് നിറഞ്ഞ് നിന്നുകൊണ്ട് അവൾ പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക. അത് ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ അവൾ മാറ്റുക. അത് പരിശുദ്ധാത്മാവ് അവളെ സഹായിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇനി വേണ്ടി വന്നാൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതും ഈ ആന്തരിക സൗഖ്യമൊക്കെ കൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കൊണ്ട് വേണ്ട, അതിൻ്റെ ആവശ്യം വരികയല്ല. ആന്തരിക സൗഖ്യത്തിലൂടെ തന്നെ പരിഹരിക്കപ്പെടാനുള്ള കാര്യം കാണുള്ളൂ. വലിയ ഗൗരവമായ വിഷയമൊന്നും ആയിരിക്കാൻ വഴിയില്ലല്ലോ. പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഓർക്കുന്നില്ല. അപ്പം അതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളില്ലായിരിക്കാം. പിന്നെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും പുള്ളിയുടെ മനസ്സിൽ ഓർമ്മ വരാത്ത ചിലതായിരിക്കാം. ധ്യാനാവസരങ്ങൾ അത് ഓർമ്മ വരാം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട്
ഒരു സൗഖ്യ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. അതുവഴി നേഴ്സിംഗ് ശുശ്രൂഷകൾ ഫലപ്രദമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ചും ധാരാളം നേഴ്സുമാർ ദൈവം അനുഗ്രഹിച്ച് നമുക്കുണ്ട്. പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. എല്ലാവരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. പരിശുദ്ധമായൊരു ശുശ്രൂഷയാണ്, അതൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അത് വളരെയേറെ ദൈവോന്മുഖമായി ചെയ്യേണ്ടതാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓരോ ചെറിയ കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന നേഴ്സിനെ അറിയാം എന്ന് നേഴ്സ് പറയുകയുണ്ടായി. അതെല്ലാ നേഴ്സുമാർക്കും ഒരു മാതൃകയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുക. കാരണം ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. അതൊരു ശുശ്രൂഷ, സൗഖ്യദായ ശുശ്രൂഷ അങ്ങനെയാണ്. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാനിവിടെ പറയുന്നത്, ഞങ്ങൾ വെല്ലൂർ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ CMC ഹോസ്പിറ്റലിൽ ഒരു ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ പ്രധാനമായിട്ടും തുടങ്ങുന്നത് തന്നെ ഒരു പ്രാർത്ഥനാ സമ്മേളനത്തോടെയാണ്. എന്നിട്ട് ഡോക്ടർമാർ ഞങ്ങളോട് പറയുന്നത്, നമ്മളൊരു ഹീലിംഗ് ടീമാണ്. ഞങ്ങൾ ശാരീരികമായി സ്പർശിക്കുന്നു, നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് സ്പർശിക്കുന്നു. ഇതെല്ലാം ഒരേ സൗഖ്യദായ ശുശ്രൂഷയുടെ ഭാഗമാണ്. ആ സൗഖ്യദായകൻ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം പല മതത്തിലുള്ളവരൊക്കെ ഉണ്ട് അവിടെ, പക്ഷേ ദൈവമാണ് സൗഖ്യദായകൻ. അതുകൊണ്ട് ദൈവം തൊട്ടാലേ രോഗി സുഖപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ശുശ്രൂഷകളിൽ ദൈവത്തെ മുമ്പ് നിർത്തിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു രോഗിയെ സമീപിക്കുമ്പോഴും നിങ്ങൾ ആ പ്രാർത്ഥനയുടെ മനോഭാവത്തിൽ വേണം സമീപിക്കുവാൻ എന്ന് ഞങ്ങളോട് പറഞ്ഞതെന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അത് വളരെയേറെ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ പല, ഞാൻ ആരും കുറ്റപ്പെടുത്തുമല്ല, ഹോസ്പിറ്റലുകളിലും അന്നില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ആ കാര്യത്തിൽ നമ്മൾ മുൻപോട്ട് പോയിട്ടുണ്ട്. അന്നില്ലാതിരുന്ന ഒരു കാര്യമാണിത്. ഞാനിത് കഴിഞ്ഞ് ഇവിടെ വന്ന് പലപ്പോഴും ആശുപത്രികളിലൊക്കെ പറയാൻ വല്ല അവസരം ദൈവം തരുമ്പം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് പ്രായോഗികതയുടെ പേരിലൊക്കെ പലരും ചിലപ്പോൾ തള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ പൊതുവെ ആത്മീയവും മാനസികവും ശാരീരികവുമായ തലങ്ങൾ സ്പർശിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി ഈ ശുശ്രൂഷ നിർവഹിക്കുവാനും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് മേജർ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്കറിയാം ഒരു സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഡയറക്ടേഴ്സിനെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല എക്സ്പെർട്ട് ഡോക്ടേഴ്സ്. 3 തലങ്ങളും അവർ സ്പർശിക്കുന്നുണ്ട്, ഒന്നിപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആതിര ശുശ്രൂഷയിൽ നമ്മുടെ സൗമ്യമോൾ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. അതിൻ്റെ ശ്രേഷ്ഠത പരിപാലിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഈ നന്മയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സൗമ്യമോൾക്കിടയാവണം എന്നതാണ് അച്ഛന് പ്രത്യേകമായിട്ടും പറയാനുള്ളത്. സൗമ്യമോളുടെ പ്രശ്നം വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നു. കാരണം സൗമ്യമോൾ എനിക്ക് കൂടുതൽ ഒരു അടുപ്പം വന്നത് ധ്യാനത്തിൽ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്. അവിടെ ബോംബെയിൽ ധ്യാനിപ്പിച്ചിട്ട് കുറച്ച് നാളായി. അത് ഓർത്തിരിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ സൗമ്യമോളുടെ ഈ പ്രശ്നം പരിഹരിച്ചെടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ സൗമ്യമോളും ഒരുപക്ഷെ ഉടനെ ഓടിച്ചെന്നൊരു ധ്യാനം കൂടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാഹചര്യങ്ങളുണ്ടായിരിക്കും. സൗമ്യമോളും ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറയപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഫോർ ഇന്നർ ഹീലിംഗ് ആണ് ഈ ഈശോയുടെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ ആ രക്തത്തിൻ്റെ ശക്തി അപേക്ഷിക്കുമ്പോൾ നമുക്കൊരു സൗഖ്യം കിട്ടും. അങ്ങനെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം പ്രൈസ് ചെയ്യുക. എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും എൻ്റെ തമ്പുരാൻ്റെ അറിവോടെയാണ്, ദൈവം നന്മയ്ക്കായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ സൗഖ്യദായക അനുഭവമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്തുതിയുടെ ഒരു ജീവിതത്തിലേക്ക് കൂടെ പ്രവേശിക്കുവാനായിട്ട് ഇടയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്തുതിക്കുന്നത് തന്നെ നമ്മൾ വെറുതെ ഒരു ദൈവമേ സ്തോത്രമല്ലേ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് വാസ്തവത്തിൽ ദൈവമഹത്വമാണല്ലോ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇപ്പം ദൈവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ പരിപാലനയിലാണ് എന്ന ബോധ്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും ആ ബോധ്യത്തിൽ നിലനിൽക്കാനും ഉള്ള പരിശ്രമമാണ് ഇതിൻ്റെ പിറകിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു സ്തുതിയുടെ ജീവിതം നയിക്കുവാൻ അങ്ങേയറ്റം നമുക്ക് പരിശ്രമിക്കണം
എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. സൗമ്യമോള് അതുപോലെ തന്നെ വചനത്തിലൂടെ വചനമിടയ്ക്ക് വായിക്കാനും മുമ്പോട്ട് പോകാനും നമുക്ക് പരിശ്രമിക്കണം എന്നുകൂടെ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ളൊരു സൗഖ്യം മോക്ക് കിട്ടും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും സൗമ്യമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനിടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് ഞങ്ങൾ 2 മക്കളുടെ പ്രശ്നങ്ങളാണ്. ഒന്ന് ചിന്നു മോളും 2 സൗമ്യ മോളുമാണ്. ഇവർ 2 പേരും അവരുടെ പ്രശ്നം ഏകദേശം സാമ്യമുള്ളതാണ്. ഒരാൾക്ക് ഹോം സിക്നസ് ആണെങ്കിൽ മറ്റൊരാൾക്ക് ഇന്നർ ഹീലിങ്ങിൻ്റെ പ്രോബ്ലമാണ്. കർത്താവെ, സൗഖ്യദായകനായ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. അങ്ങ് ഈ നിമിഷം തന്നെ ആ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ. അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവനായ അങ്ങ് അവർക്ക് സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഇതാ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് സൗഖ്യം ലഭിക്കുകയും അത് ഇവിടെ തന്നെ സാക്ഷ്യപ്പെടുത്തുവാനിടയാവുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.